നവരാത്രിയുടെ 6ാം ദിനമായ ഇന്ന് ഉഗ്രശക്തിയുടെ സ്വരൂപമായ കാർത്യായനി ദേവിയാണ് ആരാധിക്കുന്നത്. മഹിഷാസുരൻ അസുരന്മാരുടെ അധിപതിയായപ്പോൾ ലോകം ദുരിതത്തിലായി. ഒരുവന് പോലും തന്നെ കൊല്ലാനാവില്ല എന്ന വരം ലഭിച്ചതിനാൽ അവൻ അത്യഹങ്കാരിയായി. ദേവന്മാർ അവരുടെ തേജസ്സുകൾ ചേർത്ത് ഒരു ദിവ്യ ശക്തി സൃഷ്ടിച്ചു. മഹർഷി കാർത്യായനന്റെ വീട്ടിൽ കാർത്യായനി ദേവി ജനിച്ചു. മഹർഷി കാർത്യായന്റെ വീട്ടിൽ ജനിച്ചതിനാൽ കാർത്യായനി ദേവി എന്ന പേര് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 18 കൈകളുള്ള സിംഹവാഹിനിയായ ദേവി ദേവന്മാരുടെ ആയുധങ്ങൾ ധരിച്ച് മഹിഷാസുരനുമായി യുദ്ധം ചെയ്തു. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ മഹിഷാസുരനെ സംഹരിച്ചു ലോകത്തെ രക്ഷിച്ചു. ഇന്നേ ദിവസം കാർത്യായനി പൂജ ചെയ്യുന്നതിലൂടെ അവിവാഹിതരായ പെൺകുട്ടികൾക്ക് നല്ല പങ്കാളിയെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഭാഗവത പുരാണത്തിൽ ഗോപികമാർ കൃഷ്ണനെ ഭർത്താവായി ലഭിക്കണമെന്നാശിച്ച് കാർത്യായനി പൂജ ചെയ്തതായി പറയപ്പെടുന്നു. കാർത്യായനി ദേവിയെ പൂജിക്കുന്നതിലൂടെ അഹങ്കാരം, ദുർഗുണങ്ങൾ, നെഗറ്റിവിറ്റി എന്നിവ ഇല്ലാതാകുന്നു. മാത്രമല്ല ആജ്ഞാചക്രം അഥവാ 3ാം കണ്ണ് ഉണർത്തി ജ്ഞാനവും ആത്മീയ ബോധവും നൽകുന്നു. ഇന്നേ ദിവസം ഓം ദേവി കാർത്യായനിയെ നമഃ എന്നു മന്ത്രം ജപിച്ച് ദേവിയുടെ അനുഗ്രഹം നേടുക. എല്ലാവർക്കും നല്ലതു നടക്കട്ടെ. ഓം ദേവി കാർത്യായനിയെ നമഃ.